കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ നിലയിൽ. വിവരങ്ങളുമായി അബിന ചേരുന്നു. അബിന, ആരാണ് ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടിട്ടുള്ളത്? ബനീഷ്, കോട്ടയം സ്വദേശിയായിട്ടുള്ള ലക്ഷ്മി രാധാകൃഷ്ണനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഏറെ നേരമായിട്ടും വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് എത്താത്തതിനെ തുടർന്ന് കൂടെ റൂമിൽ താമസിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾ ഈ ലക്ഷ്മി രാധാകൃഷ്ണനെ അന്വേഷിച്ച് റൂമിലെത്തിയപ്പോഴാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ ലക്ഷ്മി രാധാകൃഷ്ണനെ കാണുന്നത്. ഉടൻ തന്നെ വിദ്യാർത്ഥികൾ നിലവിളിക്കുകയും പിന്നീട് ഈ ഹോസ്റ്റലിലെ വാർഡനും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും റൂമിലേക്ക് എത്തുകയും ഈ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയും ചെയ്തു. ഉടൻ തന്നെ ഈ ഹോസ്റ്റൽ വാർഡനും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസിൽ അറിയിക്കുകയും ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ വിദ്യാർത്ഥിയുടെ ലക്ഷ്മി രാധാകൃഷ്ണന്റെ രക്ഷിതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു മരണത്തെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പുറത്ത് അറിയുന്നില്ല. കാരണം ഈ വിദ്യാർത്ഥി മരണവുമായി സംബന്ധിച്ച് ലക്ഷ്മി രാധാകൃഷ്ണൻ മരണവുമായി സംബന്ധിച്ച ഒരു സൂചന പോലും സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഒന്നും നൽകിയിരുന്നില്ല എന്നാണ് മറ്റ് സഹപാഠികളെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഈ ലക്ഷ്മി രാധാകൃഷ്ണന്റെ സുഹൃത്തിൻ്റെ പിതാവുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ പിതാവ് പറയുന്നത് ഇത് തന്നെയാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ വിദ്യാർത്ഥി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ലക്ഷ്മി രാധാകൃഷ്ണന്റെ സഹപാഠിയുടെ അച്ഛൻ പറയുന്നത്. ഈ ഒരു മരണത്തിൽ എന്താണ് കാരണം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ബനീഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി, എന്താണ് അവരുടെ പേര് ഒന്നുകൂടി പറയൂ അബിന? ലക്ഷ്മി രാധാകൃഷ്ണൻ, രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഈ ബക്കർ വില്ല എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങളാണോ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹോസ്റ്റലിൻ്റെ രണ്ടാമത്തെ നിലയിൽ ഏകദേശം വലത്തേ ഭാഗത്തായിട്ടാണ് ഈ കുട്ടിയുടെ മുറിയുള്ളത്. ഈ മുറിയിൽ ഈ കുട്ടികൾ പഠിക്കാനും അതുപോലെ തന്നെ കിടക്കുന്നതിനെല്ലാമായിട്ട് ഈ മുറിയാണ് ഉപയോഗിക്കുന്നത്. ഈ റൂമിൽ തന്നെ 4 വിദ്യാർത്ഥികളാണ് താമസിക്കുന്നത്. ഒപ്പം താമസിക്കുന്ന 4 വിദ്യാർത്ഥികളാണ്. ഈ മറ്റു കുട്ടികളോട് കോളേജിലേക്ക് പോയിക്കോളൂ, ഞാൻ തിരിച്ചെത്തിക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ മുറിയിൽ നിന്നും ഇറങ്ങുന്നതും. പിന്നീട് ഈ കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് തിരിച്ച് മുറിയിലേക്ക് വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി ഈ ജീവനൊടുക്കിയ നിലയിൽ ലക്ഷ്മി രാധാകൃഷ്ണനെ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറിപ്പുകളൊന്നും ലഭ്യമായിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പോ അതുപോലുള്ള ഒന്നും ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷിച്ചതിന് ശേഷമേ അതെല്ലാം നമ്മൾക്കറിയാൻ കഴിയുകയുള്ളൂ, അല്ലേ അബിന? തീർച്ചയായും ബനീഷ്, അങ്ങനെ തന്നെയാണ്. നേരത്തെയും നമ്മൾ ഈ സഹപാഠികളോടെല്ലാം ചോദിച്ചപ്പോൾ സഹപാഠികൾ അടക്കം പറയുന്നത് എന്നും മുഖത്തൊരു ചെറുപുഞ്ചിരി മാത്രം നൽകുന്ന ഒരു വിദ്യാർത്ഥിയാണ് ലക്ഷ്മി എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. കൂടുതൽ സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു ചെറുപുഞ്ചിരി മാത്രം നൽകുന്ന ഒരാളാണ് ലക്ഷ്മി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സഹപാഠിയുടെ അച്ഛൻ പറയുന്നത് ഈ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായ ഒന്നും തന്നെ തൻ്റെ മകൾ പറഞ്ഞിട്ടില്ല എന്നതാണ് ഈ ലക്ഷ്മിയുടെ സഹപാഠിയുടെ അച്ഛൻ പറയുന്നത്. അതുകൂടാതെ തന്നെ സഹപാഠികളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. മറ്റു സൂചനകളൊന്നും നൽകിയിട്ടില്ല. ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യുമെന്നുള്ളത് തരത്തിലുള്ള ഒരു സൂചനകളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ പോലീസ് അവിടെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം നടത്തുകയാണ്. അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും എല്ലാം എത്തിയിട്ടുണ്ട്. എന്താണ് കാരണം എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം തന്നെ എന്ന് വിചാരിക്കാം. ബനീഷ്, ശരി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ലക്ഷ്മി രാധാകൃഷ്ണൻ, കോട്ടയം സ്വദേശി, അവിടെയുള്ള ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അബിനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.